മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മാലൂർ പഞ്ചായത്ത് പരിധിയിൽ രണ്ടുപേർക്ക് നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കെ ശൈലജ എം.എൽ.എ. ഏതു തരത്തിലുള്ള വൈറസ് ബാധയുള്ളവർക്കും ഏകദേശം ഒരേ ലക്ഷണങ്ങളാണ് പ്രകടമാക്കുകയെന്നും എം.എൽ.എ. രോഗലക്ഷണങ്ങളോടെ പരിശോധനയ്ക്ക് എത്തുന്നവരിൽ എല്ലാ ടെസ്റ്റുകളും നടത്തുകയെന്നത് 2018 മുതൽ നാം സ്വീകരിച്ചു വരുന്ന രീതിയാണ്. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്ക് ഗുരുതര രോഗലക്ഷണങ്ങളില്ല. ഇവരുടെ സ്രവ സാമ്പിളുകൾ കോഴിക്കോട്ടേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശൈലജ പറഞ്ഞു. പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുമെന്നും എം.എൽ.എ. അറിയിച്ചു. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട മാലൂർ പഞ്ചായത്തിൽ 2 പേർക്ക് നിപ്പ ബാധ സംശയിക്കുന്നതായി ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 പേർക്ക് പനിയും ചുമയും ഒക്കെയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ നിപ്പ രോഗബാധയുടെ അത്ര കഠിനമായ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് വൈറസ് ബാധയ്ക്കും പൊതുവായിട്ട് ചില ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാവാം ഇത് എന്ന് സംശയിക്കുന്നു. എന്നാൽ പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. 2018 നിപ്പ ബാധ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളോടുകൂടി പ്രവേശിക്കപ്പെടുന്ന സംശയകരമായ സാഹചര്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം രോഗികളുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടുകൂടി രോഗികളുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2 പേരും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാവേണ്ടതില്ല. പരിശോധന റിസൾട്ട് വന്നതിന് ശേഷം ഏത് നടപടികൾ ആവശ്യമായാലും അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാവും എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ബാക്കി നടപടികളെല്ലാം അതിനുശേഷം സ്വീകരിക്കാൻ കഴിയുന്നതാണ്.